ഹലോ, കൃഷി ഓഫീസ് ആരാണ്? സർ, ഞാൻ രാവിലെ വിളിച്ച ആരാധികയാണ്. ഓ, താൻ ഇത്ര പെട്ടെന്ന് ആരാധികയോ? ആ, തനിക്ക് എന്താണ് വേണ്ടത്? എനിക്കൊന്നും വേണ്ട. ഈ ഇരുട്ടത്ത് മരത്തിന് മേലെ ഒറ്റയ്ക്ക് കയറിയിരിക്കുന്ന റിസ്ക് അല്ലേന്ന് വിചാരിച്ചു വിളിച്ചതാ. എന്ത് റിസ്ക്? ഈ ലോകത്ത് കുരങ്ങന്മാർ മുഴുവൻ മരത്തിലല്ലേ ജീവിക്കുന്നത്? അവർക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ഓ, അതുകൊണ്ടാണോ സാറ് മരത്തിൽ കയറിയിരിക്കുന്നത്? എന്താ ഉദ്ദേശിച്ചത്? അയ്യോ, ഞാനൊന്നും ഉദ്ദേശിച്ചില്ല. എടോ, താൻ ഇവിടുത്തെ പെണ്ണുങ്ങളുടെ ടീമിലുള്ള ആളല്ലേ? ഇതിന്റെ സമരം പൊളിക്കാനുള്ള മയക്കുവിളിയല്ലേ? അയ്യേ, ഞാനാരെയും മയക്കാൻ വിളിച്ചോന്നല്ല. ഒരു സപ്പോർട്ട് തരണമെന്ന് തോന്നി. ബുദ്ധിമുട്ടായെങ്കിൽ ഇനി വിളിക്കുന്നില്ല. സോറി. ഹലോ ഹലോ, എന്നാ വേണ്ടാത്ത? രാവിലെ വിളിച്ച് കുട്ടിയാണോ? കുട്ടിയാ? ഞാൻ നിന്റെ തള്ളയാടാ. ഓ, അമ്മയാണോ? എന്താ കാര്യം? അല്ല, നിനക്ക് സമരം ചെയ്യാനേ താഴെ എങ്ങ സ്ഥലം കിട്ടിയില്ലേ? ഇത് പറയാനാണോ വിളിച്ചത്? ഞാൻ കിടന്ന് ഉറങ്ങാൻ പോവാ. എടാ, നീ വല്ലതും കഴിച്ചോ? അമ്മ, ഇത് ഉപവാസ സമരമല്ലേ? അല്ല, സമരം ഇന്നെങ്ങാനും തീരുവോ? നീ വരുമെന്ന് കരുതി ഞാൻ ചീരത്തോരനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഓ, ഒരു ചീരത്തോരൻ. അല്ലെങ്കിൽ 24 മണിക്കൂറും ചീരത്തോരൻ എന്ന് പറഞ്ഞ് നടക്കുന്നവനാണല്ലോ. ഇപ്പൊ എന്നാ പറ്റി? ചീരത്തോരൻ ഇഷ്ടമല്ലേ? ഇഷ്ടവാ. ഹലോ ഹലോ അമ്മേ. ഹലോ ഹലോ അമ്മേ. ഇഷ്ടവാ ഇഷ്ടവാന്ന് പറഞ്ഞില്ലേ? എനിക്കും ഇഷ്ടവാ. സോമൻ ചേട്ടാ, എഴുന്നേറ്റേ. സോമൻ ചേട്ടോ. എടാ, കൊതുകുപോലെ നല്ലൊരെണ്ണം വാങ്ങണം. ഇന്നലെ രാത്രി ഒരു പോളെ കണ്ണടച്ചിട്ടില്ല. അതൊന്നും വേണ്ടെന്നേ, ഇത് വെട്ടണ്ടെന്ന് ഓർഡർ വന്നു. ഇനി ധൈര്യമായിട്ട് ഇറങ്ങിക്കോ. നല്ലൊരു ഉപവാസമായിരുന്നു. രക്തശുദ്ധീകരണം നടന്നുകൊണ്ടിരുന്നു. വീണ്ടെടുത്തേ വീണ്ടെടുത്തേ അമ്മ മരത്തെ വീണ്ടെടുത്തേ. വീണ്ടെടുത്തേ വീണ്ടെടുത്തേ നന്മ മരത്തെ. വീണ്ടെടുത്തേ വീണ്ടെടുത്തേ നമ്മുടെ വീരൻ വീണ്ടെടുത്തേ. സംഘടനാ തലത്തിൽ ഇരു മുന്നണികളും ഈ വിജയത്തെ ആഘോഷിക്കുന്നുണ്ടല്ലോ, എന്ത് തോന്നുന്നു? അല്ല, ഇതൊക്കെ മുറിച്ചു മാറ്റാൻ ഭയങ്കര എളുപ്പമാണ്. പക്ഷെ 2-3 തലമുറകൾ വേണ്ടി വരും ഇതുപോലത്തെ ഒന്ന് മുഴുത്ത് പന്തലിക്കാൻ. കഴിവതും പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. എനിക്ക് മതമോ രാഷ്ട്രീയമോ ജാതിയോ ഒന്നുമില്ല. പക്ഷെ കണ്ണിന് പിടിക്കാതെ കണ്ടു കഴിഞ്ഞാൽ ആരാണെന്ന് നോക്കാതെ നല്ല ഹോം മെയ്ഡ് തെറിയാൻ പറയും. അതാണ് ശീലം. വീണ്ടെടുത്തേ വീണ്ടെടുത്തേ അമ്മ. വിമോചന സമരത്തിന് ശേഷം ആദ്യമായി ഒരു സമരം വിജയിച്ചിരിക്കുന്നു.